ITI NCVT സിലബസിലെ സെക്കൻഡ് ഇയർ കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന വിഷയത്തിലെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എല്ലാ മെക്കാനിക്കൽ ട്രേഡുകൾക്കും പിറ്റർ ടർണർ മെഷീനിറ്റ് ഓട്ടോ MMV തുടങ്ങിയ എല്ലാ മെക്കാനിക്കൽ ട്രേഡുകൾക്കും ഈ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ കോമൺ ആണ്. അതിലെ ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ഇയർ ITI സ്റ്റുഡൻസിൻ്റെ ഒരു ചാപ്റ്ററാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഏതൊക്കെ പ്രോസസ്സുകളാണ്, എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മെക്കാനിക്കൽ ഏതൊരു മെക്കാനിക്കൽ വർക്കുകൾക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർക്കുകൾക്കും ലോഹങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അയൺ, ഇരുമ്പ് ആവശ്യമാണ്. ആ ഇരുമ്പിനെ നമ്മൾ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, യാന്ത്രിക ഗുണങ്ങൾ ചൂടാക്കി തണുപ്പിച്ച് എടുക്കുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ആ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യത്യാസങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. The properties of metal and alloys may be changed to a considerable extent by changing either its structure or composition. According to the process used, the structure of the metal can be changed by heating to a specific temperature and then allowing it to cool at a definite condition to make it suitable for some specific application. ആ ലോഹത്തിൻ്റെ പ്രോപ്പർട്ടി ഗുണങ്ങൾ ആ ലോഹത്തിനെ ഒരു നിശ്ചിത പരിധിയിൽ ചൂടാക്കുകയും അതിനെ ഒരു പ്രത്യേക കണ്ടീഷനിൽ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ അതിനെ തണുപ്പിക്കുകയും ചെയ്യും. ചൂടാക്കി തണുപ്പിക്കുന്നതിലൂടെ അതിനെ ചില പ്രത്യേക ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി സ്യൂട്ടബിളാക്കി ഉപയോഗപ്രദമാക്കി മാറ്റുന്നു. ഈ പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ: ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് മെറ്റൽ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് ദെർബൈ ചേഞ്ചിങ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ഈസ് കോൾഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന പ്രോസസ്സ് ഒരു മെറ്റലിനെ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു. അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ, നിയന്ത്രിതമായ സാഹചര്യങ്ങൾ ചൂടാക്കി തണുപ്പിച്ച് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ, ഭൗതിക ഗുണങ്ങളിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, പർപ്പസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടു റിഫൈൻ ഗ്രെയിൻ സൈസ്, ഗ്രെയിനുകൾ അതിൻ്റെ ഉള്ളിലെ ഘടനയിലുണ്ടായ അല്ലെങ്കിൽ ഘടനയിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ച് കൊണ്ടുവരാൻ, പഴയ പടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മെറ്റലിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള ആ ഗ്രെയിൻ സൈസിൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ടു പ്രൊഡ്യൂസ് ഹാർഡ് സർഫസ് ഓൺ എ ഡക്റ്റൈൽ ഇൻറ്റീരിയർ, മൃദുവായ ഒരു ഇൻറ്റീരിയറിന് പുറമേ മാത്രം ഹാർഡായിട്ടുള്ള ഒരു സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഉണ്ടാക്കാൻ. മൂന്നാമത്തേത് ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, ആന്തരികമായ സ്ട്രെസ്സുകൾ, ഘടനാ മാറ്റങ്ങൾ, ഷേപ്പ് മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടായ തകരാറുകൾ അതിനെ മാറ്റാൻ വേണ്ടി, അതിൻ്റെ ആ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി. ആന്തരികമായ ഇപ്പം ഹാമറിങ്ങും ഫോർജിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഉള്ളിലെ ഘടനയ്ക്ക് ചില ക്രാക്കുകളോ അല്ലെങ്കിൽ ഘടനയിൽ മാറ്റം ഉണ്ടാകും. അതിനെ, ആ മാറ്റങ്ങളെയൊക്കെ ആന്തരിക ഘടനയിലുള്ള എന്താ പറയുക, ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്താൻ, ഉള്ളിലെ പൊട്ടലുകളെ പിന്നെ തകരാറുകളെയൊക്കെ പരിഹരിക്കാൻ. 4 ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി. മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ മെഷീൻ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ മെഷീൻ ചെയ്യാൻ ചെയ്യപ്പെടാൻ അനുവദിക്കുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. മെഷീനബിലിറ്റി ഉള്ള വസ്തുക്കളുണ്ട്, മെഷീനബിലിറ്റി അല്ലെങ്കിൽ കുറഞ്ഞ വസ്തുക്കളുമുണ്ട്. സോഫ്റ്റ് ആണെങ്കിൽ അതിനെ
മെഷീൻ ചെയ്യാൻ, അതായത് കട്ട് ചെയ്യുക, ഡ്രില്ല് ചെയ്യുക, സർഫസ് ഗ്രൈൻഡ് ചെയ്യുക, ടേൺ ചെയ്യുക, അങ്ങനെയുള്ള മെഷീനിങ് പ്രോസസ്സുകളൊക്കെ ചെയ്യാനുള്ള ആ മെറ്റലിൻ്റെ കഴിവിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് കട്ട് ചെയ്യുന്നതിനും ഡ്രില്ല് ചെയ്യുന്നതിനൊക്കെ മുമ്പേ നമ്മൾ ചിലപ്പോൾ സോഫ്റ്റ് ആക്കാൻ വേണ്ടി അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അഞ്ചാമത്തെ, ടു ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു വിയർ ഹീറ്റ് ആൻഡ് കൊറോഷൻ. തേയ്മാനം, വിയർ ഹീറ്റ് ആൻഡ് കൊറോഷൻ, താപത്തിനെയും കൊറോഷൻ തുരുമ്പിക്കലിനെയും തേയ്മാനത്തിനെയും ഒക്കെ ചെറുക്കാനുള്ള കഴിവ് കൂട്ടാൻ. അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ തേയ്മാനത്തെ ചെറുക്കാൻ സാധിക്കും, താപത്തെ ചെറുക്കാൻ സാധിക്കും, തുരുമ്പിക്കലിനെ ചെറുക്കാൻ സാധിക്കും. അതിന് ഓരോന്നിനും ഓരോ തരം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ്. അത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഈ പൊതുവേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ കൊണ്ട് തേയ്മാനം ചെറുക്കാനും ഈ തുരുമ്പിക്കൽ കുറയ്ക്കാനും താപത്തെ ചെറുക്കാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടാവും. ആറാമത്തേത്, ടു ഇംപ്രൂവ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ഷോക്ക് റെസിസ്റ്റൻസ് എക്സെട്ര. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടികൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, വലിയ ബലത്തെ ചെറുക്കാനുള്ള കഴിവ്, ഹാർഡ്നെസ് അതായത് ദൃഢത കൂടുക, സ്ക്രാച്ചസ് കട്ട് ചെയ്യാനുള്ള കഴിവ് കൂടുക, അല്ല ഹാർഡ്നെസ് തേയ്മാനത്തെ ചെറുക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഹാർഡ്നെസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഷോക്ക് റെസിസ്റ്റൻസ്, ഈ പെട്ടെന്നുള്ള ഇമ്പാക്റ്റ് ലോഡുകളെ, ഷോക്കിനെ ചെറുക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏഴാമത്തെ, ടു ഇംപ്രൂവ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. കാന്തിക സ്വഭാവവും കാന്തിക ഗുണവും ഇലക്ട്രിക്കൽ വൈദ്യുതി പ്രവഹിപ്പിക്കാനുള്ള കഴിവുകളും ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റം വരുത്താൻ, ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ പഠിക്കുന്നതിന് മുമ്പ് ആ സ്റ്റീലിൻ്റെ, പൊതുവേ കൂടുതലായിട്ടും സ്റ്റീലിലാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി അല്ലെങ്കിൽ ഘടനയെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ വെൻ ഹീറ്റഡ്, ചൂടാക്കുമ്പോൾ ആ സ്റ്റീലിന് എന്താണ് സംഭവിക്കുക. സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ വെൻ ഹീറ്റഡ്. വെൻ ദ സ്റ്റീൽ ഈസ് heated, no change in constituents occurs until the temperature reaches at a lower critical temperature about 723 degrees centigrade. അപ്പോൾ ഈ 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഇതിൻ്റെ ആന്തരിക ഘടനയിൽ വെൻ സ്റ്റീൽ ഈസ് heated, no change in constituents occurs until the temperature reaches at a lower critical temperature about 723 degree centigrade. 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അതിൻ്റെ ഉള്ളിലെ ഘടനയിൽ, അതിൻ്റെ അകത്തെ കൺസ്റ്റിറ്റ്യുവൻസ് ഘടകങ്ങളിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ആഫ്റ്റർ എബവ് ദ ടെമ്പറേച്ചർ, അതായത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എബൌട്ട് ഏകദേശം 273 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്, അതുവരെ ചൂടാക്കിയാൽ അതിൻ്റെ ആന്തരിക ഘടനയിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. After above the temperature, there is a complete change in the nature and the structure of the steel, and new structure is called austenite. 273 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ചൂടായി കഴിയുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് ചേഞ്ച് സംഭവിക്കുന്നു. ആന്തരിക ഘടനയിൽ കംപ്ലീറ്റ് ചേഞ്ച് സംഭവിക്കുന്നതും പുതിയ സ്ട്രക്ചറിനെ, അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു. ആ സ്ട്രക്ചറിനെ ആസ്റ്റണൈറ്റ് എന്ന് പറയുന്നു, ആസ്റ്റണൈറ്റ് ആയിട്ട് മാറ്റപ്പെടുന്നു. ആസ്റ്റൻ ഈസ് ഹാർഡ് ആൻഡ് നോൺ മാഗ്നറ്റിക്. ആസ്റ്റനൈറ്റ് കാഠിന്യമുള്ളതാണ്, നോൺ മാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിസം ഇല്ലാത്തതാണ്. വെൻ ദ ഹോട്ട് സ്റ്റീൽ ഈസ് കൂൾഡ് സ്ലോലി, ദ ഓൾഡ് സ്ട്രക്ചർ ഈസ് റീറ്റെയിൻഡ്. ആ മെറ്റലിനെ വളരെ സ്ലോയിൽ, സാവധാനത്തിൽ തണുപ്പിക്കുകയാണെങ്കിൽ പഴയ അവസ്ഥ അത് റീറ്റെയിൻ ചെയ്യുന്നു, വീണ്ടെടുക്കുന്നു. ആൻഡ് ദ സെയിം at the same, if the hot steel is cooled rapidly, the austenite changes into a new structure called martensite is formed. പെട്ടെന്ന് കൂളാക്കുകയാണെങ്കിൽ, തണുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആസ്റ്റനൈറ്റ് എന്തായിട്ട് മാറുന്നു, പുതിയൊരു സ്ട്രക്ചറിലേക്ക് മാറുന്നു. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് മാർട്ടൻസൈറ്റ്. പെട്ടെന്ന് തണുപ്പിച്ച് കഴിയുമ്പോൾ ആന്തരിക ഘടനയിൽ മാറ്റം സംഭവിച്ച് അത് മാർട്ടൻസൈറ്റ് ആയിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരാണ് മാർട്ടൻസൈറ്റ്. ഈ മാർട്ടൻസൈറ്റ് ഈസ് ജനറലി
റിഗാർഡഡ് ആസ് എ സോളിഡ് സൊല്യൂഷൻ. അതൊരു പൊതുവെ അറിയപ്പെടുന്നത് ഒരു സോളിഡ് സൊല്യൂഷൻ സംയുക്തം, ഖരാവസ്ഥയിലുള്ള ഒരു സംയുക്തം, സോളിഡ് സൊല്യൂഷൻ. വെരി ഫൈൻ ഗ്രെയിൻഡ്, വളരെ ചെറിയ നാരുകളായിട്ടുള്ള ഘടന, ഫൈൻ ഗ്രെയിൻ, ചെറിയ ഘടകങ്ങളാണ് ഫൈൻ ഗ്രെയിൻ. മാഗ്നറ്റിക്, വിയർ റെസിസ്റ്റൻറ്റ്, ഹാർഡസ്റ്റ് ആൻഡ് ഓൾസോ മോസ്റ്റ് ബ്രിട്ടിൽ വിത്ത് ലിറ്റിൽ ഡക്റ്റിലിറ്റി. മാർട്ടൻസൈറ്റ് എൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്? സോളിഡ് സൊല്യൂഷൻ, വെരി ഫൈൻ ഗ്രെയിൻഡ് ആൻഡ് മാഗ്നറ്റിസം ഉള്ളതാണ്, വിയർ റെസിസ്റ്റൻസ് തേയ്മാനത്തെ ചെറുക്കുന്നതാണ്, ആൻഡ് ഹാർഡസ്റ്റ് വളരെ ഹാർഡ്നെസ് കൂടുതലാണ്, മോസ്റ്റ് ബ്രിട്ടിൽ വിത്ത് ലിറ്റിൽ ഡക്റ്റിലിറ്റി, ബ്രിട്ടിലാണ്, പൊട്ടിപ്പോകുന്ന സ്വഭാവമാണ്. ലിറ്റിൽ ഡക്റ്റിലിറ്റി, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തി അല്ലെങ്കിൽ സോഫ്റ്റ് ആകാനുള്ള, അടിച്ചു പരത്തി തകിടുകളാക്കാനുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ അടിച്ചാൽ പരക്കാനുള്ള സ്വഭാവം വളരെ കുറവാണ് ഏത് മാർട്ടൻസൈറ്റ്. അതായത് ഹാർഡ്നെസ് കൂടുമ്പം ഡക്റ്റിലിറ്റി കുറയും. മാർട്ടൻസൈറ്റിന് അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ ഹാർഡ്നെസ് കൂടുകയാണ് ചെയ്യുന്നത്, അപ്പം ഡക്റ്റിലിറ്റി കുറയുന്നു. ഇനി ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? അത് മുമ്പേ പറഞ്ഞ കാര്യം തന്നെ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് പ്ലെയിൻ കാർബൺ സ്റ്റീൽ സ്ട്രക്ചർ സ്റ്റാർട്ട്സ് ചേഞ്ച് ഇൻ ടു ആസ്റ്റനൈറ്റ് ഈസ് കോൾഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആ ലോവർ ക്രിട്ടിക്കൽ, ആ മെറ്റലിനെ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഘടനയിൽ മാറ്റം വരാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചറാണ് 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇനി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് ഇൻ ടു എ ആസ്റ്റനൈറ്റ് ഈസ് കോൾഡ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ഇൻറ്റേർണൽ സ്ട്രക്ചറിലെ മാറ്റം കംപ്ലീറ്റായി അത് ആസ്റ്റനൈറ്റായിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ഈസ് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ കാർബൺ കണ്ടൻറ്റ് ഇൻ സ്റ്റീൽ. ഇത് അതിൻ്റെ അകത്ത് ആ സ്റ്റീലിൻ്റെ അകത്ത് കാർബൺ കണ്ടൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ വ്യത്യാസമുണ്ടാവും. അതായത് പിന്നെ കൂടുതൽ കാർബൺ ഉണ്ടെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉയർന്നതായിരിക്കും, കാർബണിൻ്റെ അളവ് കുറവാണെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അത് കൃത്യമായിട്ട് ആ കാർബൺ കണ്ടൻറ്റിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വേരിയസ് സ്റ്റേജസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഘട്ടങ്ങളാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ളത്: ഹീറ്റിംഗ്, സോക്കിംഗ് ആൻഡ് ക്വഞ്ചിങ്. ഹീറ്റിംഗ്, സോക്കിംഗ് ആൻഡ് ക്വഞ്ചിങ്. ഹീറ്റിംഗ് റേറ്റ് ആൻഡ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂടാക്കൽ. ആദ്യം ചൂടാക്കുക. സോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാം. ചൂടാക്കൽ. ദ ഹീറ്റിംഗ് റേറ്റ് ആൻഡ് ഹീറ്റിംഗ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദി കോമ്പോസിഷൻ ഓഫ് ദ സ്റ്റീൽ, its structure, residual stresses, the shape and size of the part to be heat treated. അത് ഹീറ്റിംഗ് എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? ഹീറ്റ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് ചൂടാക്കിയാൽ പോരാ, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ദി കോമ്പോസിഷൻ ഓഫ് സ്റ്റീൽ, സ്റ്റീലിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലെ ഘടനകൾ എന്തൊക്കെയാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഘടനയല്ല, അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ട്. സ്റ്റീലിൻ്റെ അകത്ത് ചിലപ്പോൾ അലോയ് സ്റ്റീലായിരിക്കാം, മറ്റ് ഘടകങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവും. കോമ്പോസിഷൻ ഓഫ് സ്റ്റീൽ, അതിൻ്റെ ഉള്ളിലെ ആന്തരിക ഘടന, റെസിഡുവൽ സ്ട്രെസ്സസ്, ഉള്ളിൽ വർക്ക് ചെയ്തതിനുണ്ടായ ചെറിയ കേടുപാടുകൾ, ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി പാർട്ട് ബി ഹീറ്റഡ്. അതിൻ്റെ ഹീറ്റ് ട്രീറ്റ് ചെയ്യേണ്ട വസ്തുവിൻ്റെ ഷേപ്പും സൈസും, വലുതാണെങ്കിൽ ചൂടാക്കുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ചെറുതാണെങ്കിൽ ചൂടാക്കുന്നതിൽ കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ 3-4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഹീറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഹീറ്റിംഗ് റേറ്റ് ആൻഡ് ഹീറ്റിംഗ് ടൈം. ഹീറ്റിങ്ങിൻ്റെ നിരക്കും അത് ഹീറ്റിങ്ങിൻ്റെ ടൈമും ഈ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ കോമ്പോസിഷന്, സ്ട്രക്ചർ, റെസിഡുവൽ സ്ട്രെസ്സസ്, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി പാർട്ട് ബി ഹീറ്റഡ്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഹീറ്റിംഗ് ടൈം ആൻഡ് ഹീറ്റിംഗ് റേറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് സോക്കിംഗ്. The steel is heated to a particular temperature and it is held at the same temperature for a sufficient time. Then this allows the heating to take uniformly throughout the section. This process is called soaking. The time taken for soaking is called soaking time.
ചൂടാക്കി കഴിഞ്ഞിട്ട് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു എ പർട്ടിക്കുലർ നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കുക. ആ കാർബൺ കണ്ടന്റ് അനുസരിച്ചൊക്കെ ആ ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസമുണ്ട്. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞ് ആൻഡ് ഇറ്റ് ഈസ് ഹെൽഡ് അറ്റ് സെയിം ടെമ്പറേച്ചർ ഫോർ സഫിഷ്യൻറ്റ് ടൈം. ആ ടെമ്പറേച്ചറിൽ കുറച്ച് ആവശ്യമായ ഒരു സമയം അതേ ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കുക, അതിൽ കെപ്റ്റ് ചെയ്യുക, ആ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. ദെൻ ഇറ്റ് അലോസ് ദ ഹീറ്റിംഗ് ടു ടേക്ക് യൂണിഫോംലി ത്രൂ ഔട്ട് ദ സെക്ഷൻ. അതായത് മുഴുവൻ ഭാഗത്തും ചൂട് ഒരുപോലെ പരക്കുന്നതിന് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിശ്ചിത സമയം ആ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സോക്കിംഗ്. അങ്ങനെ ഒരു നിശ്ചിത സമയം ഒരേ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ് സോക്കിംഗ് എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ഫോർ സോക്കിംഗ് ഈസ് കോൾഡ് സോക്കിംഗ് ടൈം. അതിന് എടുക്കുന്ന സമയത്തിനെയാണ് സോക്കിംഗ് ടൈം എന്ന് പറയുന്നത്. സോക്കിംഗ് ടൈം ഈസ് നോർമൽ കണ്ടീഷൻ. ഈ സാധാരണ കണ്ടീഷനിൽ കാർബൺ ആൻഡ് ലോവർ കാർബൺ സ്റ്റീൽ 5 മുതൽ 10 mm തിക്നെസ്സിന്, ഹൈ അലോയ് സ്റ്റീൽ 10 മിനിറ്റ് പെർ ടൺ mm തിക്നെസ്. കാർബൺ സ്റ്റീലിന് സാധാരണ നോർമൽ കാർബൺ സ്റ്റീലിൽ ലോ കാർബൺ സ്റ്റീലിന് 5 മിനിറ്റ് വേണം 10 mm തിക്നെസ്സിനുള്ള ഒരു പ്ലേറ്റ് ആണെങ്കിൽ. അപ്പോൾ ഓരോ 10 mm 5 മിനിറ്റ് വീതം ചെയ്യണം. 10 മിനിറ്റ് ഉള്ളതാണെങ്കിൽ 20 mm തിക്നെസ്സിന് 5 മിനിറ്റ് വേണം. 20 mm തിക്നെസ്സിന് 10 മിനിറ്റ് വേണം. 30 mm തിക്നെസ് ആണെങ്കിൽ 15 മിനിറ്റ് അതേ ടെമ്പറേച്ചർ സോക്കിംഗ് ടൈം ഉണ്ടായിരിക്കും. ഈ ഹൈ അലോയ് സ്റ്റീലാണെങ്കിൽ 10 മിനിറ്റ് പെർ ടൺ mm തിക്ക്. 10 mm തിക്നെസ് ഉള്ളതിന് 10 മിനിറ്റ് ആ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം. അതായത് സോക്കിംഗ് ടൈം 10 മിനിറ്റ് ആണ്. 20 mm തിക്നെസ് ആണെങ്കിൽ 20 മിനിറ്റ് വേണം. അപ്പോൾ ആ തിക്നെസ്സിനനുസരിച്ച് സോക്കിംഗ് ടൈമിൽ വേരിയേഷൻ വരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ക്വഞ്ചിങ്. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് റാപ്പിഡ് കൂളിംഗ് ബൈ ഇമേഴ്സിംഗ് ഇൻ എ ഹോട്ട് പീസ് ഓഫ് ക്വഞ്ചിങ് ബാത്ത്. ക്വഞ്ചിങ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് റാപ്പിഡ് കൂളിംഗ്, പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുന്ന. എങ്ങനെ? അത് ഇമേഴ്സ്ഡ് ഇൻ എ ഇമേഴ്സിങ് എ ഹോട്ട് പീസ് ഇൻ ടു എ ക്വഞ്ചിങ് ബാത്ത്. അത് തണുപ്പിക്കാനുള്ള ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ ദ്രാവകത്തിൽ പെട്ടെന്ന് മുക്കിയെടുത്ത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ക്വഞ്ചിങ് എന്ന് പറയുന്നത്. ഈ ക്വഞ്ചിങ്ങിൻ്റെ പർപ്പസ്, ദ ക്വഞ്ചിങ് വിത്ത് സബ്സിക്വൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഡെവലപ്സ് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഇൻ സ്റ്റീൽ, increases the rate of cooling resulting greater hardness and strength in the steel. ഈ കൊഞ്ചിങ് എന്തിനാണ്? നമുക്ക് ചൂടാക്കി അത് ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് സോക്ക് ചെയ്തു, അല്ലെങ്കിൽ സോക്കിംഗ് ടൈം അവിടെ അതേ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തു, അതിനുശേഷം തണുപ്പിച്ചെടുക്കണം. ആ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമായ ക്വാളിറ്റികൾ സ്റ്റീലിൽ ഉണ്ടാകുന്നത്. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കൂളിംഗ് റേറ്റ് കൂടുമ്പോഴും ഹാർഡ്നെസ് കൂടുന്നു. ആൻഡ് സ്ട്രെങ്ത് ഇൻ ദ സ്റ്റീൽ, സ്ട്രെങ്തും കൂടുന്നു. റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിക്കുന്നതിൻ്റെ നിരക്ക് പെട്ടെന്ന് വളരെ 5 മിനിറ്റ് കൊണ്ട് തണുപ്പിക്കുക, 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തണുപ്പിക്കുക, 1 മിനിറ്റ് കൊണ്ട് തണുപ്പിക്കുക. ഓരോ മീഡിയത്തിനനുസരിച്ച് പെട്ടെന്ന് തണുപ്പിക്കാൻ പറ്റും. ആ തണുപ്പിക്കുന്നതിൻ്റെ റേറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഹാർഡ്നെസ്സിൽ വ്യത്യാസം വരുന്നു. ദ കൊഞ്ചിങ് മീഡിയ ഇൻ ജനറൽ യൂസ് ആർ വാട്ടർ, 2 ബ്രൈൻ, 3 ഓയിൽ, 4 എയർ. വാട്ടർ അത് തണുപ്പിക്കാൻ എടുക്കുന്ന മീഡിയങ്ങൾ, ചൂടായ സ്റ്റീലിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയങ്ങൾ വെള്ളം, ബ്രൈൻ സൊല്യൂഷൻ, ഓയിൽ, എയർ. ഇതൊക്കെ ഓരോന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. വാട്ടർ, ഇറ്റ് ഈസ് ചീപ്പ്, സിമ്പിൾ ആൻഡ് എഫക്റ്റീവ്. ഇറ്റ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ്. ഇറ്റ് ടെൻഡ്സ് ടു ഹവർ form bubbles on the surface of the metal being quenched and causes soft spots, so the work should be agitated. It is used for plain carbon steel. വെള്ളം വളരെ ചീപ്പായിട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. അതിൻ്റെ സാധാരണയായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നില്ല ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന്. വെള്ളത്തിൽ മുക്കി നമ്മൾ കത്തിയൊക്കെ കാച്ചിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കിയാണ് തണുപ്പിക്കാറ്. പക്ഷെ അത് സാധാരണ ഇൻഡസ്ട്രിയൽ കണ്ടീഷനിൽ നമ്മൾ വലിയ ഗിയറുകളും അങ്ങനെയുള്ള സാധനങ്ങൾ, ഷാഫ്റ്റുകളും ക്രാങ്ക് ഷാഫ്റ്റ്, ഇതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാറില്ല. വെള്ളത്തിൽ മുക്കി തണുപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ ബബിൾസ് സർഫസിൽ ഉണ്ടാക്കാനും മെറ്റലിൻ്റെ മുകളിൽ സോഫ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്ര
എഫക്റ്റീവ് ക്വാളിറ്റി ഉള്ള ഒരു സോക്കിംഗ് മീഡിയം അല്ല വാട്ടർ, പക്ഷേ ചീപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് ഓയിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് എനി റിസ്ക് ഓഫ് ഡിസ്റ്റോർഷൻ, ഓൾദോ it is more suitable for alloy steel than plain carbon steel. The quenching oil should have low viscosity, reduced fire risk. അതായത് ഓയിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആ മെറ്റലിന് അല്ലെങ്കിൽ കൊഞ്ച് ചെയ്യുന്ന തണുപ്പിക്കുന്ന മെറ്റലിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മൾ ഓയിലാണ് ഉപയോഗിക്കാറ്. വെള്ളത്തിന് പകരം ഓയിലാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും അലോയ് സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത്. പ്ലെയിൻ കാർബൺ സ്റ്റീലിനേക്കാളും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്ന അലോയ് സ്റ്റീലുകൾക്കാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. ഈ കൊഞ്ചിങ് ഓയിൽ എങ്ങനെയുള്ളതായിരിക്കണം? ലോ വിസ്കോസിറ്റി, എന്ന് വെച്ചാൽ വിസ്കോസിറ്റി കട്ടി കുറവുള്ളതായിരിക്കണം. റെഡ്യൂസ്ഡ് ഫയർ റിസ്ക്, തീ പിടിക്കാനുള്ള സാധ്യത കുറവുള്ളത് ആയിരിക്കണം. പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. ചൂടാക്കി പഴുത്ത മെറ്റൽ പീസ് അതിലേക്ക് ഇടുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീ പിടിക്കാത്ത തരമായിരിക്കണം. പിന്നെ നാലാമത്തെ മീഡിയം, മൂന്നാമത്തെ മീഡിയം ബ്രൈൻ സൊല്യൂഷൻ. ഇറ്റ് ഈസ് വെരി റാപ്പിഡ് കൂളിംഗ് മീഡിയം ആൻഡ് ഇറ്റ് ഈസ് സാൾട്ട് കണ്ടൻറ്റ് ഇൻ ദിസ് solution may tend to remove the scales from the scales formed on the metal surface, which provides better contact between quenching medium and the metal to be quenched. ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രത്യേക സൊല്യൂഷനാണ്. അത് നല്ലൊരു പിന്നെ മീഡിയമാണ്. സാൾട്ട് കണ്ടൻറ്റ് may tend to remove the scales, ആ പിന്നെ മെറ്റലിൻ്റെ മുകളിൽ കൊഞ്ച് ചെയ്യുന്ന മെറ്റലിൻ്റെ മുകളിലുള്ള മാലിന്യങ്ങൾ നീക്കി റിമൂവ് ചെയ്യുന്നു. ആ മെറ്റൽ സർഫസിലുള്ള മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുന്നു. വിച്ച് പ്രൊവൈഡ്സ് എ ബെറ്റർ കോണ്ടാക്ട് ബിറ്റ്വീൻ കൊഞ്ചിങ് മീഡിയം. ആ മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? കൊഞ്ചിങ് മീഡിയവും മെറ്റലും, കൊഞ്ചിങ് മീഡിയം ആ സൊല്യൂഷനും മെറ്റലും തമ്മിലുള്ള കോണ്ടാക്റ്റ് ബെറ്റർ ആവുന്നു. അപ്പോൾ ഇതാണ് അടുത്ത നമ്മൾ അപ്പോൾ കൊഞ്ചിങ് മീഡിയത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത മീഡിയം എയർ ആണ്. എയർ നമ്മൾ വായുവിൽ തണുപ്പിക്കുന്നു. വാട്ടർ, ഓയിൽ, ബ്രൈൻ സൊല്യൂഷൻ, ദെൻ എയർ. 4 കൊഞ്ചിങ് മീഡിയംസ് ആണുള്ളത്. ഇനി എയർ. വെൻ ദ റിസ്ക് ഓഫ് ഡിസ്റ്റോർഷൻ ഈസ് ഗ്രേറ്റ്, കൊഞ്ചിങ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ an air blast. The air blast must be dry since the moisture in the air will crack the steel. അപ്പം വെറുതെ വായുവിലിട്ട് മെല്ലെ തണുപ്പിക്കുക അതുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കാനുള്ള മീഡിയം ആണല്ലോ ഈ കൊഞ്ചിങ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തണുപ്പിക്കണമെങ്കിൽ എയർ വെറുതെ എയറിൽ വെച്ചാൽ പോരാ, അതിന് എയർ ബ്ലാസ്റ്റ്, ശക്തമായിട്ട് തണുപ്പിച്ച എയർ ആ വസ്തുവിലേക്ക് അടിക്കണം. അപ്പോൾ എയർ ബ്ലാസ്റ്റിൻ്റെ അകത്ത് ഡ്രൈ ആയിരിക്കണം. അതായത് മോയ്സ്ചർ വെള്ളത്തിൻ്റെ കണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ കണം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റലിൽ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രോസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. എന്തൊക്കെയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 തരം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണുള്ളത്. 1 അനീലിംഗ്, 2 നോർമലൈസിങ്, 3 ഹാർഡനിങ്, 4 ടെമ്പറിങ്, 5 കേസ് ഹാർഡനിങ്. അപ്പോൾ 5 തരം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണുള്ളത്. ഈ 5 പ്രോസസ്സുകളും 1 by 1 ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.